അവിടെ എന്തോ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നല്ലോ. വാ നമുക്ക് അവിടെ പോയി നോക്കാം. ചേച്ചിമാരെ, നിങ്ങൾ ഭയങ്കര എനർജിയിൽ ഇരിക്കുകയാണല്ലോ. നിങ്ങളുടെ പരിപാടി എന്താണെന്ന് പറയാമോ? ഞങ്ങളെല്ലാവരും മാതൃവേദിയിലെ മെമ്പേഴ്സ് ആണ്. ഞങ്ങളൊരു മ്യൂസിക്കൽ സ്കിറ്റാണ് ചെയ്യുന്നത്. ഒരു കോമഡിയും പിന്നെ ഡാൻസും എല്ലാം കൂടി ചേർന്ന ഒരു മ്യൂസിക്കൽ സ്കിറ്റ്. അത് കൊള്ളാലോ. അപ്പൊ എല്ലാവിധ മംഗളങ്ങളും മ്യൂസിക്കൽ സ്കിറ്റിന്. അപ്പൊ നമുക്ക് ഇവരുടെ മ്യൂസിക്കൽ സ്കിറ്റ് കണ്ടാലോ? ഹാദൂസ 2024 ഉത്സവ വേദിയിലേക്ക് പുത്തൻപള്ളിയുടെ കൂട്ടുകാർക്ക് സ്വാഗതം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. നമസ്കാരം. വെൽക്കം ടു ഓൾ ദ ഗ്രാൻഡ് എപ്പിസോഡ് ഓഫ് പഞ്ച് അമ്മച്ചീസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശോശാമ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് പഞ്ച് അമ്മച്ചീസ്. ഇവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഞ്ചപാവങ്ങളൊന്നുമല്ല, മറിച്ച് നല്ല പവറുള്ള പഞ്ചുള്ള 5 അമ്മച്ചിമാരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി പൊണുങ്ങും മണങ്ങി തലങ്ങും കിഴങ്ങും കുരുങ്ങി പരുങ്ങി ഈ മരമടയിലും ഞാനെതിരല്ലട പോവോ. നമുക്കിനി ഓരോ അമ്മച്ചിമാരെയും പരിചയപ്പെടാം. ആദ്യമായി പാചകകലയിൽ മിസ്റ്റർ കെ മാത്യു ഷെഫിനെ പോലും വെല്ലുന്ന കൈപുണ്യമാണ് തൻ്റെ എന്ന് സ്വയം അഹങ്കരിക്കുകയും സ്വന്തം പിറന്നാളിനെ പായസത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്ത് അച്ചായൻ്റെ കയ്യടി നേടിയ കോട്ടയത്തിൽ നിന്ന് വന്ന കോട്ടയം അച്ചാമ്മ. അടുത്തതായി സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യറായെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണെന്നും ആ അഹങ്കാരം മൂത്ത് മിസ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച് വെളുക്കാൻ വേണ്ടി കാശ് ചെലവാക്കി കുടുംബം വെളുപ്പിച്ച പാലായിൽ നിന്ന് വന്ന പൊന്നമ്മ. ജീവതാളം നീ പ്രണയിനി നീലരാവിലെ സ്നേഹവീതിയിൽ അമതോഴിയായി വാ പ്രിയമയീ. ഒരിക്കലെന്നോ കണ്ട നാളിലെന്റെ ഹൃദയമന്ത്രം കാത്തുവെച്ചു ഞാൻ. അടുത്തതായി കണ്ടതും കേട്ടതുമെല്ലാം റീൽസിൽ ഒതുക്കി വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ നാട്ടുകാരെ കാണിക്കുകയും അതും പോരാഞ്ഞ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അക്കൗണ്ടുകളിൽ വൈറലാകാൻ നോക്കുന്ന തിരുവല്ലാമലയിൽ നിന്ന് വന്ന റീൽസുകളുടെ ചുണക്കുട്ടി മേരിക്കുട്ടി. മേരിയാവോ സുനോ. दो लफ्जों में ये बयां ना हो पाए, एक
एक लड़का एक लड़की की ये कहानी है नहीं, दो लफ्जों में ये बयां ना हो पाए. അടുത്ത അമ്മച്ചി ആരാണെന്നറിയാമോ? കായിക രംഗത്ത് സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായി തീർന്നവരെ കൈയടിച്ച് 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 പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ വട്ടപ്പാറയിൽ നിന്ന് വന്ന വത്സമ്മ. കൊടികയറണ പൂരമായി പൊടി പറത്തിയോളമായി ചുണയുടെ പെരും പടമെടുത്തൊരു ചെറുപടയുടെ ഭയവിത തനിലടിച്ചൊരു മുകിലപാടി നഗരമുകളിൽ മംഗളങ്ങൾ കുരവയായി കുരലുമായി കൊടുമുടി തൊടുക്കരുള The next guest is നാളെയുടെ വരദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണിവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സമീപിക്കാം. വെറുതെ അല്ലാട്ടോ, ഫീസുണ്ടേ. സ്വന്തം കുഞ്ഞുങ്ങളെയും പേരക്കുട്ടികളെയും നോക്കി നോക്കി സ്വന്തമായിട്ട് അംഗനവാടി തുടങ്ങാതെ ആ അംഗനവാടി നോക്കി നോക്കി അതിനടുത്ത് സ്ഥിര താമസമാക്കിയ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന ചിന്നമ്മ. എല്ലാവർക്കും സ്വാഗതം. ഇവരുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മോട് പങ്കുവെക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ പാട്ടിലൂടെ മാത്രമേ ഉത്തരം പറയുകയുള്ളൂ. ഇവരോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ആദ്യത്തെ ചോദ്യം ഇവരുടെ കൗമാരപ്രായത്തെക്കുറിച്ചാകാം. കൗമാരപ്രായത്തിൽ പലർക്കും പ്രണയമുണ്ടായിരിക്കാം. അമ്മച്ചിമാരെ, നിങ്ങളുടെ പ്രണയ സങ്കല്പങ്ങൾ എന്തായിരുന്നു? മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരേ എന്നുയിരിൽ വിടരും പനിമലരേ. അങ്ങനെ ആ പ്രണയം പൂത്തു വളർന്നു പന്തലിച്ചു. അടുത്ത ചോദ്യം, നിങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളെക്കുറിച്ച് അപ്പച്ചന്മാരുടെ അഭിപ്രായം എന്താണ്? കർത്താവേ നീ കൽപ്പിച്ചപ്പോൾ നേർച്ച വച്ച മനസ്സിൽ ഞാൻ ഒരു നല്ല പെൺകുട്ടിക്കും ഇടം കൊടുത്തേ. കർത്താവേ നീ മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. മാലാഖയെപ്പോൾ അവൾ പറന്നിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തെളിച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടിത്തന്നു. പെണ്ണേ ഞാൻ വിടില്ല, പൊന്നേ ഞാൻ വിടില്ല, വിടില്ല നിന്റെ പിടി. അടുത്ത ചോദ്യം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി നടക്കും, ചക്കര കാട്ടി വെടക്കായി വടക്കും തെക്കും നടന്നു നടുവൊടിക്കും. കൈകോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, കച്ചറ കാട്ടി. നിങ്ങളുടെ ഭർത്താക്കന്മാർ കേമന്മാരാണല്ലോ. അടുത്ത ചോദ്യം, നിങ്ങളുടെ മാതൃവേദിയിൽ നല്ല അംഗബലമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? പരിപ്പുവട പക്കുവട, പരിപ്പുവട പക്കുവട, പരിപ്പുവട പക്കുവട, കൊക്കുവട പപ്പടവട, നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട. പരിപ്പുവട പക്കുവട, പരിപ്പുവട പക്കുവട, പരിപ്പുവട പക്കുവട, കൊക്കുവട പപ്പടവട, നമ്മുടെ വായിൽ ചടപടപട, നമ്മുടെ വായിൽ ചടപട.
അത്രയും കേമമാണോ നിങ്ങളുടെ മാതൃവേദി? അടുത്ത ചോദ്യം. ഇനിയൊരു പ്രധാന കാര്യം. നമ്മുടെ ഇടവക വികാരിയും സുന്ദരനും സുമുഖനും സുശീലനുമായ വികാരിയച്ഛനെ കുറിച്ച് എന്താണ് അമ്മച്ചിമാരുടെ അഭിപ്രായം? കളരി വിളക്ക് തെളിഞ്ഞതാണോ, കുന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, മാനത്തു നിന്നാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ? ഈ അമ്മച്ചീസ് വളരെ നന്നായി തന്നെ പെർഫോം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ഒരു അവസാന ചോദ്യം കൂടി. എന്താണ് ഈ അമ്മച്ചിമാർക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്? എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം പാടുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം പാടുന്നു ഞാൻ. നമ്മുടെ അമ്മച്ചിമാർ ഇപ്പോഴത്തെ ട്രെൻഡ് സോങ്ങിനോടൊപ്പം ഒന്ന് ചുവട് വെച്ചാലോ? നമുക്ക് കാണാം. പഞ്ച് അമ്മച്ചീസ് എന്ന ഈ ഷോയുടെ ഈ വർഷത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് ശോശാമ സൈനിങ് ഓഫ്.